ഫുട്ബോൾ ലോകകപ്പ് ആവേശം പങ്കുവച്ച് മുൻ ദേശീയ താരം എം ജേക്കബ്. കാണികളാണ് മത്സരങ്ങളുടെ ആത്മാവ്. ഫുട്ബോൾ ഉത്സവമാക്കുന്ന ഇന്ത്യയുടെ പ്രകടനം എന്നാൽ വിശ്വവേദിയിലേക്ക് യോഗ്യത ഉറപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. മികച്ച പരിശീലകർ ഇന്ത്യൻ ഫുട്ബോളിന്റെ വികസനത്തിന് അനിവാര്യമാണെന്നും എം ജേക്കബ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലോകമെങ്ങും ഫുട്ബോൾ ആവേശത്തിലാണ്. നമുക്കറിയാം ഫിഫ ലോകകപ്പ് ആവേശം എല്ലായിടത്തുമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത് മുൻ കേരള താരം അതുപോലെ തന്നെ മുൻ ദേശീയ താരമായ എം ജേക്കബ് സാറാണ്. സാറേ, അപ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവേശമൊക്കെ എങ്ങനെയുണ്ട്? വളരെ ആവേശമുള്ളത്. നമ്മുടെ ടീം കളിക്കണില്ലെങ്കിലും ആരാധകരാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആത്മാവ്. അവർ നമ്മുടെ സ്റ്റേറ്റിലുള്ളമാരെ വേറെ ഒരു സ്റ്റേറ്റിലും കാണില്ല, അത്രയ്ക്കുള്ള ആരാധകർ. എല്ലാ ടീമുകളായിട്ട് പിരിഞ്ഞിട്ട് അർജൻറ്റീന, ബ്രസീൽ ഇങ്ങനെയുള്ള ടീമുകളുടെ ആരാധകർ പല സ്ഥലത്തും നമ്മുടെ സ്റ്റേറ്റിൽ മുഴുവൻ ഫ്ലെക്സാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ കളി അങ്ങ് ഉയരണില്ല എന്നുള്ളതാണ് ഒരു കാര്യം. നമുക്കറിയാം ഇപ്പോൾ വേൾഡ് കപ്പിലെല്ലാം മറ്റ് ടീമുകളെയൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ സ്വന്തം ടീമിനുണ്ട്, അതായത് ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിക്കാൻ ഇവർക്കൊരു അവസരം ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും ഇനി വേണ്ടത് അടിസ്ഥാനപരമായ ഒരു മാറ്റം? അത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വളരെ കുറവാണ്. ഇതിനൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഗ്രൗണ്ടുകൾ, അതുപോലുള്ള ഫെസിലിറ്റീസ്, ഇവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, അവർ കളിച്ചാൽ അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ, ഇതെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന പോലെ നമ്മുടെ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഇൻഫ്രാസ്ട്രക്ചർ നന്നാവണം. അതുപോലെ നല്ല കോച്ചസ് വന്ന് നമുക്ക് നല്ല ചെറുപ്പത്തിലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്കും ഇതുപോലുള്ള ടൂർണമെന്റിൽ കളിക്കാൻ അവസരം കിട്ടും. ഈ പണ്ട് കേരള ടീമിലും ദേശീയ ടീമിലും ഒക്കെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ആ അവസ്ഥയും അല്ലെങ്കിൽ അതിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ താരതമ്യം ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് മാറ്റങ്ങൾ അനുകൂലമായിരുന്നു അതോ പ്രതികൂലമായിരുന്നു? കളി ഇപ്പോൾ ഞങ്ങളെ കളിച്ചിരുന്ന സമയത്തുള്ള കളിയൊന്നുമല്ല. ഇപ്പോൾ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അവരുടെ പാസിംഗ് ആണെങ്കിലും റിസീവിംഗ് ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും എന്ത് പെർഫെക്ഷനിൽ അവരുടെ പാസിംഗ് എന്നുള്ളത്. അതിപ്പോൾ ആ കളിയൊന്നും നമ്മൾ ഈ നാട്ടിൽ നമ്മൾ കളിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ കിട്ടണം. നമുക്ക് ചെറുപ്പത്തിലെ പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കണം, കോച്ചിങ് കൊടുക്കണം. അതുപോലെ റീജിയണൽ ബേസിലൊക്കെ നല്ല ക്യാമ്പുകൾ നടത്തി വന്നാൽ നമുക്കും ഇതുപോലുള്ള വേൾഡ് കപ്പിനൊക്കെ കളിക്കാൻ പറ്റും. വേൾഡ് കപ്പ് കളിക്കാൻ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ മൊത്തത്തിൽ വരേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു കാത്തിരിപ്പിലായിരിക്കും. നമുക്ക് ആ കാത്തിരിപ്പ് തന്നെ തുടരാം. ശരി, ജോയ്മോൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി